മുതലാളിയുമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, അലിയാർ തങ്ങളെ, നമ്മൾ 3 പേരെയുമാണ് ഈ വിഷയം തീരുമാനിക്കാൻ ഉമർ എന്നവർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉമർ തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ഉമർ തങ്ങൾ വഫാത്താവുകയും ചെയ്തു. ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ 2 പേരോടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ, നിങ്ങൾ 2 പേരും ഈ വിഷയം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഞാനതൊരു തീരുമാനം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പൊരുത്തമാണെങ്കിൽ നിങ്ങൾ ഈ ഉറക്കൊഴിഞ്ഞിരിക്കേണ്ട, ഞാനത് ചെയ്തോളാം, ഞാനതിൻ്റെ പരിഹാരം കണ്ടേക്കാം. ഓക്കെ, നിങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് പൊരുത്തമാണ്. ആര് പറഞ്ഞു? അലിയാർ തങ്ങളും ഉസ്മാൻ തങ്ങളും. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതിനോടടുത്ത 3 ദിവസം ഉറങ്ങിയിട്ടില്ല എന്നാണ്. ആ 3 ദിവസത്തിനുള്ളിൽ മദീനയിൽ ലഭ്യരായ അൻസ്വാരികളെ മുഴുവൻ കണ്ടു, മുഹാജിറുകളെ മുഴുവൻ കണ്ടു. ഓരോരുത്തരോടും ഖലീഫയുടെ ആരായിരിക്കണം ഖലീഫ എന്ന വിഷയം ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ ചെയ്ത വലിയൊരു ത്യാഗമാണ്. ഉറങ്ങിയിട്ടില്ല, 3 ദിവസം കൺപോള ചിമ്മിയിട്ടില്ല. ഇല്ല ഖലീല, കുറച്ചപ്പോഴേ ഒന്ന് ഉറങ്ങിപ്പോയതൊഴികെ. അത്രയും മഹാനവറുകൾ മശ്വറ ചെയ്തുകൊണ്ട് സ്വഹാബികളെ കണ്ട്, ആ ഒരു ഇലക്ഷൻ കമ്മീഷണർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു റോളാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത്. അങ്ങനെ മശ്വറ ചെയ്തുകൊണ്ടുണ്ടായ തീരുമാനമാണ് സിദ്ദീഖ് എന്നവരുടേത്, ഉമർ തങ്ങളുടേത്, ഉസ്മാൻ എന്നവരുടേത്, അലിയാർ തങ്ങളുടേത്, ഖുലഫാ ഉർ റാഷിദീൻ. സ്വഹാബികളുടെ മാതൃക അതാണ്. അതുകൊണ്ട് നിസ്ഫു റഈക മഅ അഖീക ഫശാവിറുഹു യുക്മിൽ ലക റഈ, ഇതൊരു ആപ്തവാക്യമാണ്. ഹാഫ് ഒപ്പീനിയൻ ഈസ് വിത്ത് യു and the remaining half is with your friend. നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ പകുതിയെ നിങ്ങളുടെ കയ്യിലുണ്ടാവുള്ളൂ, മറ്റേ പകുതി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലാണ്, ഗുണകാംക്ഷയുള്ള നല്ല സുഹൃത്തുക്കളുടെ കൈകളിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കൂട്ടമായി ഒരു സംഘം ആളുകൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനങ്ങളിൽ തെറ്റുകൾ വരാൻ സാധ്യത കുറവാണ്. തെറ്റ് വരില്ല നമ്മൾ പറയില്ല, വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം 2 brains are better than 1 brain, അങ്ങനെയല്ലേ പറയാം. 2 തലയാണ് ഒരു തലനേക്കാണ് നല്ലത്. 2 പേരോട് കൂടി ആലോചിച്ചു. അതൊരു സുന്നത്താണ്, ഇതൊരു പുണ്യമുള്ള കാര്യമാണ്, ഇത് കൂലിയുള്ള കാര്യമാണ്. നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുഅ്മിനീങ്ങളോട് ഇത് പറയേണ്ടതുണ്ടോ? മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ വിഷയമാണിത്. ഇമാം ബുഖാരി തങ്ങൾക്ക് മശ്വറയെ സംബന്ധിച്ച് ബാബുണ്ട്. അബൂദാവൂദ് തങ്ങളുടെ സുനനിൽ മശ്വറയെ സംബന്ധിച്ച് മാത്രം പറയുന്ന ഹദീസുകൾ കൊണ്ടുവന്ന ബാബുണ്ട്. സുനൻ തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. 2 സുനനുകളിലും സ്വഹീഹുൽ ബുഖാരിയിലും മശ്വറയെ സംബന്ധിച്ച് മാത്രം പറയുന്ന ബാബുകളുണ്ട്, ചാപ്റ്ററുകളുണ്ട്. എന്താ? കൂടിയാലോചന അതൊരു സുന്നത്താണ്. അപ്പോൾ എന്തെങ്കിലും ആ വിഷയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, മുതിർന്നവരോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഉണ്ടോ? അൽഹംദുലില്ലാഹ്. ചോദിക്കാത്തവർ ഉണ്ടോ? ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, നമ്മളത് അവരോടും ആരോടും ചോദിക്കുന്നില്ല, ആരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ചോദിക്കാൻ പറ്റിയ ആളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവും അല്ലേ? ആരോട് മശ്വറ ചെയ്യണമെന്ന് വേറെ ചർച്ചയാണ് കേട്ടോ. അതിൽ പറയുന്നുണ്ട്, ഹാക്കിനോട് പറയരുത്, ചോദിക്കരുത്. ഹാക്കിൻ എന്ന് പറഞ്ഞാൽ വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ട് നടക്കണ ഓടുന്നൊരു മനുഷ്യനെ പിടിച്ചിട്ട് നിർത്തിയിട്ട് അഭിപ്രായം ചോദിക്കരുത്. മൂപ്പർക്ക് അതൊന്നുമല്ല ചിന്തിക്കാൻ. മൂപ്പർക്ക് വല്ല ടോയ്ലറ്റും കിട്ടുമെന്ന് മൂപ്പർ ആലോചിക്കുന്നുണ്ടാവുക, അത് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞു, ചെരുപ്പ് ടൈറ്റായതിൻ്റെ പേരിൽ കാല് വേദനിച്ച് മര്യാദക്കൊരു നല്ല ചെരുപ്പ് കിട്ടാതെ നടക്കുന്ന മനുഷ്യനോടും മശ്വറ ചോദിക്കരുത്. അപ്പോൾ എന്തേ കാര്യം? മൂപ്പർക്ക് ആ ചെരുപ്പിൻ്റെ കാര്യം അപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞു, വലൽ ജായ, വിശന്ന് നടക്കുന്ന ആളോട്, ഇവിടെ എനിക്ക് കാര്യമായൊരു പ്രശ്നമുണ്ട്, എൻ്റെ ജോലി ഇങ്ങനെ, ഓനിപ്പോൾ വിശക്കുന്നുണ്ട്, ഓന് വല്ല പൊറാട്ടും ചായ വാങ്ങിക്കൊടുക്കലാണ് ആവശ്യം. അത് വാങ്ങിക്കൊടുക്കാത്തിടത്തോളം കാലം, തിന്നാത്തിടത്തോളം കാലം ഒരു ഐഡിയയും തലയിൽ നിന്ന് വരൂല. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട്. കിസ്ര രാജാവിൻ്റെ ഒരു അത്ഭുതം പറയാറുണ്ട്. കിസ്ര രാജാവ് മുസ്ലിം ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം കിസ്ര ബിൻ ഹുർമുസ്, അദ്ദേഹം മുശ്രിക്കായി ജീവിച്ച് മരിച്ചുപോയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില ചരിത്രങ്ങളിലൊക്കെ ചില അത്ഭുതങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്താറുണ്ട്. അദ്ദേഹം തൻ്റെ
ഒരു അടിയന്തര തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസറായിനെ വിളിക്കും. അങ്ങ് അവരോട് ചോദിക്കും, ചർച്ച ചെയ്യും. ഒരു നല്ല അഭിപ്രായമൊന്നും അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ മുമ്പ് ഫൈനാൻസ് മിനിസ്റ്ററും അയാളുടെ കൂടെയുള്ള മുഴുവൻ ഓഫീസർമാരെയും കൊണ്ടുവരും. അതെന്തിനാ? സ്വന്തം ഭരണകൂടത്തിൻ്റെ വളരെ പ്രാധാന്യമേറിയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മന്ത്രിമാർ അല്ലെങ്കിൽ മഷ്വറയുടെ അഹ്ലുശൂറ അവർ കാര്യമായ ഒരു തീരുമാനമോ ഒരു അഭിപ്രായമോ പറയാതിരുന്നാൽ ശമ്പളം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചുകൊണ്ടുവന്നിട്ട് മുഴുവൻ ആളുകൾക്കും അടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു എന്തിനാണ് ഈ അടി? അപ്പോൾ പറയും, നിങ്ങൾ ഇവർക്ക് സമയത്ത് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരുടെ ചിന്തയിൽ എവിടെ നിന്നാണ് പൈസ കിട്ടുക, എവിടെ നിന്നാണ് കാശുണ്ടാവുക എന്ന ചിന്തയിൽ അവരുടെ മൈൻഡ് എൻഗേജാണ്. അതുകൊണ്ടാണ് അവർ നല്ല അഭിപ്രായം പറയാത്തത്. നിങ്ങൾ അവർക്ക് സമയത്തിന് ശമ്പളം കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കും, എന്നിട്ട് അടി കൊടുക്കുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ, ജോലിയില്ലാത്ത ഒരാൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യനോട് കുട്ടനെ കെട്ടിക്കേണ്ട കാര്യം പറഞ്ഞാൽ അയാൾക്ക് അതൊന്നും ആലോചിക്കാൻ കിട്ടൂല. കാരണം എന്തേ? അയാളുടെ തലയിൽ ടെൻഷനാണ്. പഠിച്ചോനെ കറണ്ട് ബില്ലടക്കാറുണ്ട്, റൂമിൻ്റെ റെന്റ് കൊടുക്കാറുണ്ട്, ബെഡ് സ്പേസിന്, ഭക്ഷണത്തിന്, മെസ്സിന് കൊടുക്കാറുണ്ട്. ഇതൊന്നും എൻ്റെ കൈ ഞാൻ എന്ത് കൊടുക്കും? ഇത് ചിന്തിച്ച് നടക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ മഷ്വറ ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. അയാളുടെ ടെമ്പററി വിഷയങ്ങൾ, ഇഷ്യൂസ് ഹാസ് ടു ബി മെറ്റ് ആൻഡ് ക്ലിയർ. അതുകൊണ്ട് അത്തരം ആളുകളെപ്പോലും ശറഅ് കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവരെ ആ സമയത്ത് സമീപിക്കേണ്ടതാണ്. ഖൈസ് ഇബ്നു ആസിം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് വന്നിട്ട് ഒരു മഹാനവർ പറയുന്നുണ്ട്, ഖൈസ് തങ്ങളെ, നിങ്ങൾ വലിയ തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ, എനിക്കൊരു കാര്യമായൊരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. തിരക്കിലായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അഹ്ലമുൽ അറബ്, അറബികൾ കണ്ടവരിൽ വെച്ച് ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യനോട് ഒരാൾ വന്നിട്ട് പറയാൻ, ഞാൻ അഭിപ്രായം ചോദിക്കണില്ല കേട്ടോ, കാരണം നിങ്ങളിപ്പോൾ തിരക്കിലാണല്ലോ. ഒന്ന് നഅം അജൽ, അതെ അതെ, ഞാൻ ഇപ്പോൾ തിരക്കിലാണ്, ഇപ്പോൾ ചോദിക്കേണ്ട. അതിൻ്റെ മറുപടി അത് തന്നെയാണ്. മനുഷ്യൻ തീരുമാനമെടുക്കുമ്പോൾ മൈൻഡ് ക്ലിയർ ആയിരിക്കണം, മനസ്സമാധാനമുണ്ടായിരിക്കണം. ചിന്തകളെ ചിതറിക്കിടക്കുന്ന ചിന്തകളാവരുത്. ചിന്തകൾ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നേരാവണ്ണം അയാൾക്ക് നേർവഴി കാണിക്കുന്ന വിധമുള്ള ഒരു ബോധം അയാളുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടാവണം. അപ്പോഴേക്കേ അത് നടക്കുള്ളൂ എന്നാണ്. നമ്മളത് ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. സമയം ഇന്ന് മുഴുവനായില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പൂർത്തിയാക്കാം. ഏതായിരുന്നാലും വശാവിറുഹും ഫിൽ അംർ ഖലീലയ്യ ലൈസ റഅയു ഫീ സുദരി വാഹിദിൻ അശീറ അലയ്യ ബില്ലദീ തറയാനി. ഖലീലയ്യ, എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ, ലൈസ റഅയ ഫീ സുദരി വാഹിദിൻ, അഭിപ്രായങ്ങളും നല്ല തീരുമാനങ്ങളും ഒരു നെഞ്ചിൽ മാത്രമല്ല ഉള്ളത്. ഒരു നെഞ്ച്, ഒരാളുടെ ചിന്തയിൽ വരുന്നതല്ല എപ്പോഴും ശരിയായ തീരുമാനം. അശീറ അലയ്യ ബില്ലദീ തറയാനി, നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം എന്നോടൊന്ന് പറഞ്ഞേക്കണമേ എന്ന് കവി പറയുന്നത്. വൺ ബ്രെയിൻ, ടു ബ്രെയിൻസ് ബെറ്റർ ദാൻ വൺ ബ്രെയിൻ. എപ്പോഴും നമുക്ക് വിലപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന വിവരമുള്ള ചില സുഹൃത്തുക്കൾ, സൗഹൃദ ബന്ധങ്ങൾ വേണം എന്നതിൻ്റെ വലിയൊരു അടയാളമാണിത്, വലിയൊരു തെളിവാണിത്. അതുകൊണ്ട് അലൈക്കും ബിൽ ഖില്ലാൻ, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണം എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് നാളെ പരലോകത്തെ ശഫാഅത്തിന് അവർ ഉപകാരപ്പെടും. ദുനിയാവിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും. അതുകൊണ്ട് സൗഹൃദ ബന്ധം വേണം. ഞാൻ എൻ്റെ ഒരു മൊബൈലും മതി എന്ന് വിചാരിച്ചിരിക്കരുത്. സോഷ്യൽ ബന്ധങ്ങൾ, സോഷ്യലൈസ് ചെയ്യണം, ആളുകളുമായി ഇടപഴകണം, നല്ല ബന്ധങ്ങൾ വേണം, നല്ലവരെ തിരഞ്ഞെടുക്കണം. ഒരു ചിന്തകൻ, ഒരു ചിന്തകൻ അദ്ദേഹത്തിൻ്റെ മകനോട് കൊടുത്തൊരു ഉപദേശം, ഷാവിർ മൻ ജറബൽ ഉമൂർ فإنه يعطيك من أمره ما قام عليه بالغلاء وأنت تأخذه مجانا. ഒരുപാട് കാലം നിരന്തരമായ പരിചയ സമ്പത്തുണ്ടാക്കിയ മനുഷ്യനോട് നിങ്ങൾ കൂടിയാലോചിക്കണം. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് അയാൾ വെറുതെയാണ് തരുന്നത്. അത് നിസ്സാരമായി കളയരുത്. ഇപ്പൊ ചെറുപ്പക്കാർ യൗവനകാലത്തെടുക്കുന്ന ചില ഡിസിഷൻ ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും.
അത് കല്യാണത്തിൻ്റെ വിഷയം മുതൽ അവിടെ തുടങ്ങി. ഇന്ന് ഞാനൊരു ഒരു മനുഷ്യനെ കണ്ടു ഇവിടെ ദേര സിറ്റി സെൻറ്ററിൽ. അപ്പോൾ അയാൾ എന്നോട് ദ്വാരക്കണ ഉസ്താദ് പറഞ്ഞു, എന്താണ് വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ മകനും ഞാനും തമ്മിൽ തീരെ സുഖമല്ല, എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. നിങ്ങൾ ഓനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നത് കൊണ്ടാണോ? അതൊന്നുമല്ല, ഞാൻ അങ്ങനെ വലിയ ഉപദേശം കൊടുക്കാറൊന്നുമില്ല. പിന്നെ എന്തേ പ്രശ്നം ചോദിച്ചു. അപ്പോൾ അവനൊരു കല്യാണം ആലോചിച്ച് വന്നിരുന്നു. ആ കല്യാണാലോചന ഞാൻ മുടക്കിയതാണ് അവൻ പറയണത്. പക്ഷെ ഞാനത് മുടക്കിയിട്ടൊന്നുമില്ല. വാപ്പ സാധുവായിട്ട് പറയാം. വാപ്പ വല്ലാഹി സത്യം എന്ന് പറഞ്ഞ് മോനോട് പറഞ്ഞല്ലോ, ഓൻ വിശ്വസിക്കണില്ല. അവിടെ എന്നോട് വലിയ ശത്രുതയില്ല, മിണ്ടടില്ല. അപ്പോൾ അവിടെ അജ്മാലുണ്ട്, എന്നെ കാണാൻ പോലും വരുന്നില്ല എന്ന് പറഞ്ഞു. വലിയ വിഷമത്തിൽ പറയാം. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി, നഴ്സറിക്ക് കയ്യും പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും ഈ മോനെ. മദ്രസയിലേക്ക് 1-ാം ക്ലാസ് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടാവും. ബൈക്കിലും സൈക്കിളിലും വെച്ച് കൊണ്ടുനടന്നിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ ഒന്ന് വളർന്ന് വലുതായി 2 കാലിൽ എണീറ്റ് നിന്ന് വലുതായി വരുമ്പോൾ സ്വന്തം വാപ്പയോട് ശത്രുതപരമായി പെരുമാറുക എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര വേദനയല്ലേ? ഭയങ്കര വേദനയാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവൻ വിചാരിക്കുന്ന അങ്ങനെയാണ് എന്ന്. അപ്പോൾ ഈ കാമുകിയായിരുന്ന പെണ്ണാണല്ലോ പറഞ്ഞത്, എൻ്റെ വാപ്പയാണിത് മുടക്കിയത്, വാപ്പയാണിതിൽ ഇടങ്കോലിട്ടത്. വാപ്പ പറയാം, ഞാനതൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ ആരോപിച്ചിട്ട് എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ്. ചില തീരുമാനങ്ങൾ, ആ വാപ്പയുടെ നിഷ്കളങ്കത, ആ വാപ്പ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് തിരിച്ചറിയുമ്പോഴേക്കും വണ്ടി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും, ശേഷം വിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ വാപ്പയുടെ മരണശേഷമായിരിക്കും തിരിച്ചറിയുക. ഭയങ്കര സങ്കടാവൂലേ? നമ്മളൊരു ബാഡ് ഡിസിഷൻ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ അത് ആരോടും ചോദിച്ചില്ലല്ലോ. പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ശ്രദ്ധിക്കണത് കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടാവാറുള്ളത്. അത് വലിയ സംഭവമായതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ ഒരു നല്ല കൺസൾട്ടേഷൻ, മുതിർന്ന ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്നദ്ധത, ചിന്തിക്കാനുള്ള ഒരു സാവകാശം പോലും നമ്മുടെ മക്കൾ കാണിക്കാതെ ജീവിതത്തിൻ്റെ വലിയ വലിയ തീരുമാനങ്ങൾ പോലും ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ എടുക്കുമ്പോൾ അതിൽ പിറകെ വരുന്ന വരായികൾ പിന്നെ അവർ സഹിക്കേണ്ടി വരും. അങ്ങനെയാണ്. മശ്വറ ചെയ്തു, അള്ളാഹുവിൻ്റെ ഖലാ പ്രകാരം മറ്റെന്തെങ്കിലും സംഭവിച്ചു, അവിടെ നമുക്ക് സങ്കടമല്ല. എന്തേ? ഞാൻ വേണ്ടപ്പെട്ടവരോട് ചോദിച്ചിട്ടുണ്ടല്ലോ. മശ്വറയുടെ വലിയൊരു ഹിക്മത്ത് തന്നെ ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് എത്തി. നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇതിന് കിട്ടണമെങ്കിൽ ഒരുപാട് ആളുകളുടെ ഉപദേശം അത് തേടുന്നത് നല്ലതല്ലേ? അവർക്കൊക്കെ അനുഭവ സമ്പത്തുണ്ടാവില്ലേ? അതിന് യോഗ്യരായ ആളുകളും വിശ്വസ്തരുമാണെങ്കിൽ ഇസ്തശീറു അൽ ഉമന, സത്യസന്ധരായ ആളുകളോട് നിങ്ങൾ കൂടിയാലോചന ചെയ്യണം. സത്യസന്ധരാവണം. ചില നിശ്ചിത താല്പര്യങ്ങളുള്ളവരുണ്ടാവും. ഒരുത്തനോട് കല്യാണാലോചന ആലോചിക്കുകയെന്ന് വിചാരിക്കുക. ഓനെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, പുതിയപ്പെണ്ണെ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരു കല്യാണാലോചനയുമായി വരുന്നത്. അവൻ്റെ പെങ്ങളെ കുഴപ്പങ്ങളൊക്കെ അവനറിയാം. കല്യാണാലോചന പറഞ്ഞ് നല്ല കുട്ടിയുണ്ടെന്ന്, ആ പറഞ്ഞ മുഴുവൻ കോട്ടിലെ കുട്ടി എൻ്റെ അടുത്ത് ഇപ്പം ഉണ്ട്. ആരാ? എൻ്റെ പെങ്ങൾ തന്നെ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ മഹാന്മാരുണ്ട്. എന്തേ? അവൻ്റെ ലക്ഷ്യം അവൻ്റെ പെങ്ങളെ കല്യാണം നടത്തി കൊടുക്കണം എന്നാണ്. പക്ഷെ ഈ ആൾക്ക് വേണ്ടത് ഈ പെണ്ണിനെ അല്ല വേണ്ടത്. ഉമന ആയിരിക്കണം എന്ന, സത്യസന്ധതയുള്ളവരായിരിക്കണം മനുഷ്യന്മാർ. ഇന്നതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. സത്യസന്ധത നിഷ്പ്രഭമായി കൊണ്ടിരിക്കുകയാണ്. ഓണസ്റ്റി എന്നാ പറയാം, ഓണസ്റ്റി, ട്രസ്റ്റ് വർത്തിനെസ്, ഇതൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. മനുഷ്യനെ കണ്ണിലേക്ക് നോക്കി വഞ്ചിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് സത്യസന്ധരായ ആളുകളെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? അവരുമായി മശ്വറ ചെയ്യണം. മുഷാവറ ദീനിൻ്റെ ഒരു ചര്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിയെയും കൊണ്ട് മിഅ്റാജിന് പോയ സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിഅ്റാജ് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ അഭൗതികമായ മുഅ്ജിസത്താണ്. അൽ മുഅ്ജിസത്തുൽ കുബ്റ ബഅദൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്ന മഹാത്ഭുതം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അത്ഭുതം ഇസ്രാ മിഅ്റാജുമാണ്, അല്ലേ? ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ 50 വക്ത് നിസ്കാരം അല്ലാഹു ഹബീബിന് നൽകിയപ്പോൾ സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളോട്, നബിയേ, വളരെ കൂടുതലാണിത്,
ഇത് കൂടുതലാണ് നബിയെ. ഇർജി ഫൽയുഖഫിഫ് റബ്ബക അൻഹും, അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവേ ഞങ്ങൾക്ക് ചുരുക്കി തരുമോ, അള്ളാഹുവിനോട് കുറച്ചു തരാൻ വേണ്ടി പറയണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ എന്ത് ചെയ്തു? ഫൽതഫത ഇലാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ നോക്കി എന്നാണ് ഹദീസ്. സ്വഹീഹ് ബുഖാരിയുടെ റിവായത്ത് അങ്ങനെയാണ്. ജിബ്രീൽ തങ്ങളെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നോട്ടം കഅന്നഹു യസ്തശീറുഹു, ജിബ്രീലേ, മൂസ നബി പറഞ്ഞതുപോലെ ഞാൻ അള്ളാഹുലേക്ക് തിരിച്ചു പോവേണമോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണത്. അതിന് ജിബ്രീൽ തങ്ങൾ കൊടുത്ത മറുപടി അന്നഅം ഇൻ ശിഅ്ത്, നബിയെ അങ്ങേക്ക് വേണമെങ്കിൽ അങ്ങ് തിരിച്ചു പോയിക്കോളൂ അള്ളാഹുലേക്ക് തന്നെ. അങ്ങനെയാണ്. യാ റബ്ബ്, അല്ലാഹുവേ, ഖഫിഫ് അന്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുരുക്കി തരണം. 50 വക്ത് സാധ്യമല്ല റബ്ബേ, കുറച്ചു തരണം. 45 ആക്കുന്നു, 40 ആക്കുന്നു, 35 ആക്കുന്നു. അങ്ങനെ 9 തവണ അള്ളാഹുവിൻ്റെയും മൂസ നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ നടത്തിയ യാത്രയിൽ ജിബ്രീൽ തങ്ങളുടെ ഒരു സമ്മതവും ഒരു മഷ്വറയും കിട്ടിയതിന് ശേഷമാ തങ്ങൾ പോയത് എന്നാണ് ചരിത്രം. സ്വല്ലല്ലാഹു അലൈഹി. എന്തേ? ഇതൊരു ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ മഹല്ലിൻ്റെ വിഷയങ്ങൾ ഒട്ടോണമസായിട്ട് തീരുമാനമെടുക്കരുത് ആരും. അത് ഞാൻ സെക്രട്ടറി അല്ലേ, ഞാൻ പ്രസിഡൻ്റല്ലേ ഒക്കെ ആയിരിക്കാം, പക്ഷേ മഷ്വറ നിർബന്ധമാണ്. കൂടിയാലോചന ഈ ഉമ്മത്തിൻ്റെ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് ശത്രുക്കൾ വരുമ്പോൾ അവിടെ കൂടിയാലോചന ചെയ്തു. ഉഹദ് യുദ്ധത്തിൽ, ഹുദൈബിയ സന്ധിയിൽ, ഖന്ദഖ് യുദ്ധത്തിൽ, ഫത്ഹ് മക്കയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മഷ്വറയുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവര് ചെറുപ്പക്കാരായിരുന്നു, വളരെ യങ്സ്റ്റേഴ്സ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഷ്വറയിലുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വഹാബികളൊക്കെ പറയും, ചെറുപ്പക്കാരെ, താബിഈങ്ങളെ കാണുമ്പോഴേ, നിങ്ങൾ ചെറുപ്പല്ലേ, പ്രായമായില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് നിങ്ങളെ നിസ്സാരമായി കാണരുത്. നിങ്ങളെപ്പോലെ ചെറുപ്പമുള്ള താടിമീശൊക്കെ വരുന്ന പ്രായക്കാരായ ആളുകൾ, സ്വഹാബിമാർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൺസൾട്ടൻസിയിൽ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ബദരീങ്ങളുണ്ട്, മുഹാജിറുകളുണ്ട്, അൻസ്വാരികളുണ്ട്, നല്ല ബുദ്ധിയും യുക്തിയുമുള്ള ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾ വല്ലാത്തൊരു മാതൃകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൂടിയാലോചനകൾ ജീവിതത്തിൽ വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മറ്റു ഭാര്യമാരോടും അവർ ഒരു റേഷൻ്റെ വിഷയമുണ്ടായി തങ്ങളുമായിട്ട്. ചരിത്രം നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണേ, സമയമല്ലോ, 11:30 അല്ലേ. റേഷൻ ഇല്ലാത്തൊരു വിഷയം വന്നു. നബി തങ്ങളുടെ ഭാര്യമാർ പറഞ്ഞു, നബിയെ, പട്ടിണി കിടന്ന് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല കേട്ടോ. തങ്ങൾ പട്ടിണിയാണ്, അതുകൊണ്ട് അവരും പട്ടിണിയാണ് എന്നല്ലാതെ തങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വരിക, വീട്ടിലെ ഭാര്യമാർ പട്ടിണി, അങ്ങനെയല്ല. തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, അപ്പോൾ ഭാര്യമാർക്കുമില്ല. വെള്ളം ഉണ്ടാകും, ഈത്തപ്പഴം കിട്ടും. അവർക്ക് വേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പ് അരിയൊന്നും കിട്ടാത്ത വീട് ഇപ്പോൾ ലോകത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ശരിക്ക്? പിസ്സയും ബർഗറും കിട്ടില്ല എന്നല്ലേ ഇപ്പോൾ കുഴപ്പമുള്ളൂ. അല്ല, കഞ്ഞിയും ചോറൊക്കെ ഇഷ്ടം പോലെയല്ലേ. സ്വഹാബിയത്തുകൾ, അസ്വാജു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നപ്പോൾ അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കിത് പ്രയാസമാണ്. അള്ളാഹിൻ്റെ ഹബീബ് അവരെയൊക്കെ മുഴുവൻ തൊലാക്ക് ചൊല്ലിയിട്ട് ഭാര്യമാരില്ലാതെ ജീവിക്കണോ എന്ന് പോലും ഹബീബിന് തീരുമാനമെടുക്കാൻ മാത്രം വിഷമമായി. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക്, നബിയെ, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണമേ, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈൻ ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. ഭാര്യമാരെ, നിങ്ങൾക്ക് ഈ ഭൗതിക ലോകമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഭക്ഷണവും സൗകര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ മതിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഫതആലൈൻ, നിങ്ങൾ മുന്നോട്ട് വരൂ, ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ,
വളരെ മാന്യമായി ബഹുമാനത്തോടെ തന്നെ നിങ്ങൾക്ക് അർഹതമായത് മുഴുവൻ സമ്മതിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. അതാ വാക്കിൻ്റെ അർത്ഥം. وَإِن كُنتُنَّ تُرِدْنَ اللَّهَ وَرَسُولَهُ وَالدَّارَ الْآخِرَةَ, അതല്ല നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവും അവൻ്റെ റസൂലും പരലോകവുമാണെങ്കിൽ പട്ടിണി ഉണ്ടാവും അവിടെ. പക്ഷെ ക്ഷമിച്ചു പോയാൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായിട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വരാം. ഇവിടെ പട്ടിണിയായിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് വഇൻ കുൻതുന്ന തുരിദ്ന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ, പരലോകവും അല്ലാഹും റസൂലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, നിങ്ങൾ നന്മ ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അല്ലാഹു വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ത്വലാഖ് വേണ്ടവർ വന്നോളൂ, ത്വലാഖ് വേണ്ടാത്തവർക്ക് വേണ്ട, എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, യാ ആയിഷ